എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തിരുവിതാംകൂർ ഭരണത്തെക്കുറിച്ച് 25 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേണാട്ടിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? ഉമയമ്മ റാണി. ഹിരണ്യസിംഹനല്ലൂർ രാജകുമാരൻ അല്ലെങ്കിൽ ഇരണിയൽ രാജകുമാരൻ എന്ന പദവി ഉമയമ്മ റാണിയുടെ കാലത്ത് നൽകപ്പെട്ടത് ആർക്കാണ്? കോട്ടയം കേരളവർമ്മ. മുഗൾ സർദാർ വേണാട് ആക്രമിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഉമയമ്മ റാണിയുടെ. വേണാട്ടിലെ പുലപ്പേടി മണ്ണാപ്പേടി എന്നീ ദുരാചാരങ്ങൾ നിരോധിച്ചത് ആരാണ്? കോട്ടയം കേരളവർമ്മ. AD 1696 അതായത് കൊല്ലവർഷം 871 ആണ്ട് തിരുവിതാംകോട് ശിലാശാസനം മൂലം നിരോധിക്കപ്പെട്ട ദുരാചാരങ്ങൾ ഏവ? പുലപ്പേടി മണ്ണാപ്പേടി. ജനങ്ങൾ അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ച് 140 ഇംഗ്ലീഷുകാരെ വധിച്ച സംഭവം ഉണ്ടായത് എന്ന്? 1721 ഏപ്രിൽ 15. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാട്ടു രാജാവുമായി ആദ്യമായി ഉടമ്പടിയിൽ ഒപ്പുവച്ചത് എന്ന്? 1723. ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടിയിൽ വേണാടിനു വേണ്ടി ഒപ്പുവച്ച യുവരാജാവ് ആര്? മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന കാലയളവ് ഏത്? 1729 മുതൽ 1758 വരെ. മാർത്താണ്ഡവർമ്മയുടെ ഭരണാരംഭത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഊരാളന്മാർ ആരായിരുന്നു? യോഗത്തിൽ പോറ്റിമാർ. യോഗത്തിൽ പോറ്റിമാരെയും എട്ടുവീട്ടിൽ പിള്ളമാരെയും അമർച്ച ചെയ്ത ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. ആറ്റിങ്ങലിനെ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച കുളച്ചൽ യുദ്ധം നടന്നത് എന്ന്? 1741 ആഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ഡച്ചു നാവികൻ ആര്? ഡിലനോയ്. തിരുവിതാംകൂർ സേനയുടെ വലിയ കപ്പിത്താനായി ഉയർത്തപ്പെട്ടത് ആര്? ഡിലനോയ്. കായംകുളം തിരുവിതാംകൂറുമായി മന്നാർ ഉടമ്പടിയിൽ ഒപ്പുവച്ചത് എന്ന്? 1742. മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കിയ വർഷം ഏത്? 1746. തിരുവിതാംകൂറും ഏത് വിദേശ ശക്തികളുമായാണ് 1753 മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവച്ചത്? ഡച്ചുകാരുമായിട്ട്. പൊന്മന അണ, പുത്തനണ എന്നിവ പണിതീർത്ത തിരുവിതാംകൂർ രാജാവ് ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട മന്ത്രി ആരായിരുന്നു? രാമയ്യൻ ദളവ. വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, ഭണ്ഡാരവക എന്നിങ്ങനെ വിഭജിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയ മാർത്താണ്ഡവർമ്മയുടെ മന്ത്രി ആര്? മല്ലൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വില്ലേജിന് തുല്യമായിരുന്ന ദേശഘടകം ഏതായിരുന്നു? പകുതി. ഇന്നത്തെ താലൂക്കുകൾക്ക് തത്തുല്യമായിരുന്ന ദേശഘടകം ഏതാണ്? മണ്ഡപത്തും വാതുക്കൽ. ഇന്നത്തെ വാർഷിക ബജറ്റുകൾക്ക് തതുല്യമായി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നടപ്പാക്കിയ സമ്പ്രദായം ഏതായിരുന്നു? പതിവ് കണക്ക്. ഇതോടെ 25 ക്വസ്റ്റ്യൻസും തീർന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.